ഹലോ ഗൈസ്, ഞാൻ ഈ ഒരു വർഷം നിന്ന റൂമായത്. ഈ റൂമിൽ നിന്ന് ഞാൻ പോകുക. ഇനി ഞാൻ ഇങ്ങോട്ടേ ഇല്ല. ഇതായിരുന്നു എൻ്റെ ബെഡ്. ഈ ബെഡിന് എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ക്ലീൻ ചെയ്യാൻ വരുന്ന അക്കമാർക്കൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇതൊരു കല്യാണത്തിന് എന്താ കിട്ടിയത്. ഇപ്പോഴും ഇരിക്കും അതിലൊരു തേങ്ങ. ബക്കറ്റൊക്കെ മാളവിക്ക് വെച്ച്. അപ്പം ഈ റൂം വിട്ട് പോകുക. അയ്യോ, ഈ റൂമിൽ എൻ്റെ ഫാൻ ഇതായിരുന്നു, കണ്ട ഫുൾ പൊടി. ഈ റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടത് ഇതിന്റെ മണ്ടയില. ഞങ്ങളിത് ചെയ്തിട്ടില്ലായിരുന്നു. ഈ റൂം പൂട്ടി പോകുക. സങ്കടമൊന്നുമില്ല, മാറങ്ങോട്ട് പൂട്ടട്ടെ. ഭയങ്കര സന്തോഷത്തോടെ തുറന്നു കയറിയ റൂമായിരുന്നു. എന്താ ഐശ്വര്യം. പറയുന്നുണ്ടെങ്കിൽ പൊക്കണം. അപ്പം ഞാൻ ശരി, ഇവിടെ ലിഫ്റ്റ് ഞെക്കി താപ്പോട്ട് പോകുക. പക്ഷെ ലിഫ്റ്റാണ് മേപ്പോട്ട്. ഇനി ലിഫ്റ്റിലൊന്നും കയറാൻ ഒക്കത്തില്ല. എൻ്റെ അച്ഛൻ പറയും അത് കുറഞ്ഞൊക്കെ മതിയെന്ന്. ഇനി ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഹസ്നയുടെ റൂമിലോട്ട് ഫാത്തിമ പോകുന്നുണ്ട്. പക്ഷെ ഹസ്ന ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നേരം ഞാൻ കാണാതെ പോകുന്നത് ലല്ലുവിനെ ഹസ്നയായിരിക്കും. ബാക്കി എല്ലാവരും കണ്ടിട്ട് വേണം. ഫാത്തിമയും നവ്യം കൂടെ ഉണ്ട്. ശ്രീലക്ഷ്മിയെ കാണണം. പോകുക. അയ്യോ, ഇതായിരുന്നു ഹോസ്റ്റൽ. വെയിലടിക്കുമ്പോൾ കൊള്ളാം. ഹസ്നയില്ലല്ല. അപ്പം ഹസ്നയില്ല. എപ്പോഴും ഞങ്ങളുടെ ഇവിടെ മാറങ്ങോട്ട് ഇവിടെ ആയിട്ട് എഴുതും. വീട്ടിൽ പോകുമ്പോൾ ഇത്തവണ ഒന്നും എഴുതാനൊന്നും വേണ്ട പറഞ്ഞു വിടുക ഞങ്ങളെ. ഈ ഫാത്തിമയും നവ്യൊന്നും വീട്ടിൽ പോകുന്നില്ല. പന്ന പിള്ളേരാ ഗൈസ്. ഇവിടെ പന്ന പിള്ളേരൊന്നും യൂസ് ചെയ്യുന്ന ഭയങ്കര മോശമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫാത്തിമ നവ്യ പറഞ്ഞത് ഇനി വീട്ടിൽ പോയിട്ട് ധൈര്യമായിട്ട് വാക്കൊക്കെ യൂസ് ചെയ്യാം. ഇവർക്കൊക്കെ എന്തോ ഭയങ്കര തെറിയാ. അത് ഏറ്റവും മോശപ്പെട്ടൊരു വാക്കാത്. കിട്ടിയ അവസരത്തിൽ നമ്മൾ അതും കൂടെ പറയണമല്ലോ. ഹോസ്റ്റലിൽ വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പറയണം. അയ്യോ, പോകുക. ശ്രീലക്ഷ്മി എവിടെ? ഫാത്തിമ പോകുക. കണ്ണകിയില്ല. ശ്രീലക്ഷ്മി എവിടെ? അപ്പുറത്ത്. ഹസ്ന അല്ല, ശ്രീലക്ഷ്മി. ശരി. ഇനി ലാസ്റ്റ് അൻപുവൻ. സ്വിച്ച് ഓഫ് ദ ഫോൺ. അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും ചാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പോയി. വിഷമിക്കത്തൊന്നുമില്ല. അവസാനമായിട്ട് മാളവിക്ക് മാത്രം കാണാൻ പറ്റിയില്ല. മാളവിക്ക് എൻ്റെ റൂംമേറ്റ്, അവളെ മാത്രം കാണാൻ പറ്റിയില്ല. ഞാൻ പോകുമെന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ നേരത്തെ അങ്ങ് ഇറങ്ങി. ഇത്രയും സാധനങ്ങളും കൊണ്ട് രസിപ്പാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരൊറ്റ വിഷമേ ഉള്ളൂ. പിന്നെ ഹസ്നെ കണ്ടില്ല, അത് വീട്ടിൽ പോയാലും എനിക്ക് കാണാമല്ലോ. പിന്നെ ലല്ലുവിനെ കണ്ടില്ല, കുഴപ്പമില്ല. അവിടെ നിന്ന് ഇറങ്ങി ആ കാണുന്ന സെക്യൂരിറ്റിയെ കണ്ടോ? ആ സെക്യൂരിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ സെക്യൂരിറ്റികളിൽ കുഴപ്പമില്ലാത്തൊരു പാവം പിടിച്ചൊരണ്ണൻ. വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ഐഡിയ ഒക്കെ പൊക്കി ആകെ സീനാക്കിയതാണ്. പക്ഷെ എനിക്ക് ഈ അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഈ വഴി കൂടെ ഒന്നും ഒരു പോക്കും ഇല്ല, വരവും ഇല്ല. അതാ യൂണിവേഴ്സിറ്റിയുടെ റോഡിൽ കൂടെ വരുന്നതും പിന്നെ പുറത്തിറങ്ങി വരുന്നതും ഒക്കെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്ന് എൻ്റെ ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ. അപ്പം എന്നേക്കും പോണ്ടിച്ചേരിയുടെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുക. ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി വല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നാലേ ഉള്ളൂ. അപ്പം പോണ്ടിച്ചേരിയുടെ അടുത്ത് എന്നേക്കുമായിട്ട് ടാറ്റ ബൈ ബൈ.